സംഘപരിവാർ മുഖപത്രമായ ജന്മഭൂമിയിൽ മുസ്ലിം ലീഗിന്റെ പത്രമായ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജ് അച്ചടിച്ച് വിതരണം ചെയ്തത് വിവാദമായി. ആശയപരമായും രാഷ്ട്രീയമായും വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന പാർട്ടികളുടെ മുഖപത്രങ്ങളാണ് പുതുവർഷ പുലരിയിൽ തന്നെ കേരളത്തെ അമ്പരപ്പിച്ചത്. ജന്മഭൂമി പത്രത്തിന്റെ കണ്ണൂർ എഡിഷനിലാണ് വിചിത്രമായ ഈ സംഭവം അരങ്ങേറിയത്. വിവരം പുറത്തറിഞ്ഞതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി. ചന്ദ്രികയ്ക്ക് നേട്ടവും ജന്മഭൂമിക്ക് തിരിച്ചടിയുമായി സംഭവം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MK മുനീർ, മുഹമ്മദ് ഷാ എന്നിവരുടെ ലേഖനങ്ങളാണ് എഡിറ്റ് പേജിൽ ഉണ്ടായിരുന്നത്. ഇതിൽ MK മുനീറിന്റെ ലേഖനം RSSനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഉള്ളതായിരുന്നുവെന്നതും സംഭവം ഏറെ ഗൗരവതരമാക്കി. ജന്മഭൂമിയുടെ മുൻ ചീഫ് എഡിറ്റർ N രാമചന്ദ്രൻ ചന്ദ്രികാ വസന്തം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടാണ് വിഷയത്തെ പരിഹാസത്തോടെ പങ്കുവച്ചത്. ഇന്ന് കണ്ണൂരിൽ ജന്മഭൂമി ഇറങ്ങിയത് ചന്ദ്രികയുടെ മുഖപ്രസംഗ പേജുമായാണ്. വായനക്കാർക്ക് പുതുവത്സര സമ്മാനം. ഏപ്രിൽ 1 കുഴപ്പമില്ലായിരുന്നു എന്നാണ് രാമചന്ദ്രൻ കുറിച്ചത്. പത്രവിതരണം കഴിഞ്ഞപ്പോഴാണ് സംഗതി ചൂടുപിടിച്ച ചർച്ചയായത്. വരിക്കാരുടെ വീടുകളിൽ വിതരണം ചെയ്ത ജന്മഭൂമിയുടെ പുതുവർഷത്തെ ആദ്യ പത്രങ്ങൾ തിരികെ എടുക്കാൻ സാധിച്ചില്ല. പത്രം അച്ചടിച്ച് പുറത്തിറങ്ങിയ ശേഷം കണ്ണൂർ എഡിഷനിലെ ജീവനക്കാർ ആരും തന്നെ പത്രം തുറന്ന് പരിശോധിക്കാതിരുന്നതാണ് ഗുരുതര പിഴവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ പ്രിന്റിംഗ് പിശക് മനസ്സിലാക്കി ജന്മഭൂമി കണ്ണൂർ എഡിഷന്റെ ഈ പേപ്പറിൽ ഉടൻ തിരുത്തൽ വരുത്തി. 2 പത്രങ്ങളുടെയും പ്രിന്റിംഗ് ഒരേ പ്രസ്സിലാണ്. പ്ലേറ്റ് എടുത്തപ്പോൾ മാറിപ്പോയതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സൂചന. എന്തായാലും പുതുവർഷത്തിലെ പിശക് ജന്മഭൂമിക്ക് പുലിവാലായി. സമാനമായ സംഭവം ഏതാണ്ട് 10 വർഷം മുൻപ് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ ഉണ്ടായെങ്കിലും ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമല്ലാതിരുന്നതിനാൽ വലിയ വിവാദമായിരുന്നില്ല. ദേശാഭിമാനി, ചന്ദ്രിക, ഗൾഫ് എഡിഷനുകളുടെ ലീഡർ പേജുകളാണ് അന്ന് പരസ്പരം മാറിപ്പോയത്. 2 പത്രങ്ങളും അച്ചടിച്ചിരുന്നത് ഒരേ പ്രസ്സിലാണ്. ദേശാഭിമാനി ഇറങ്ങിയത് KNA ഖാദർ ചന്ദ്രികയിൽ എഴുതി വന്നിരുന്ന എഡിറ്റോറിയൽ കോളം പ്രാധാന്യത്തോടെ അച്ചടിച്ച പേജുമായാണ്. CPMനെയും നേതാക്കളെയും വിമർശിച്ച ലേഖനവുമായാണ് ദേശാഭിമാനി ഇറങ്ങിയത്. ഉച്ചയായപ്പോഴേക്കും അബദ്ധം മനസ്സിലാക്കിയ പാർട്ടി പ്രവർത്തകർ മുഴുവൻ ന്യൂസ് സ്റ്റാൻഡുകളിൽ നിന്നും ദേശാഭിമാനി പത്രം പണം കൊടുത്ത് തിരികെ വാങ്ങി മുഖം രക്ഷിച്ചു.